നമ്മൾ കാവിനെ പറ്റി പറഞ്ഞു, കാവിലുള്ള തെയ്യത്തെ പറ്റി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന തൊഴിൽ ഘടനയെ പറ്റി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ജാതി കൂട്ടായ്മകളെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിനകത്ത് വിഘടിച്ചു പോകുന്ന മനുഷ്യ സമൂഹത്തെ, ജാതി സമൂഹത്തെ, ചാതുർവർണ്ണത്തിനും അപ്പുറം മനുഷ്യനും പ്രകൃതിയുമൊക്കെ ഒന്നാകേണ്ടത്, ഒരു കൈപ്പിടിയിൽ എങ്ങനെയാണ് ഇത് മുഴുവൻ വരേണ്ടത് എന്ന് തെയ്യം എങ്ങനെയാണ് സ്വന്തം ജീവിതം സ്വയം ഇല്ലാതായിക്കൊണ്ട് സ്വയം രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടാണ് തെയ്യം ആ ദൗത്യം തെയ്യം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ വർത്തമാന കാലത്തെ തെയ്യം അനുഷ്ഠാനവും തെയ്യം ആരാധനയും തെയ്യവുമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കാവ് സംസ്കാരം അവിടെ നിലനിൽക്കുന്നുണ്ടോ? കാരണം എല്ലാം ഒരൊറ്റ വിശ്വാസത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ മതത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ ശക്തിയുടെ കീഴിൽ, ഒരൊറ്റ സങ്കല്പനത്തിൻ്റെ കീഴിൽ, അങ്ങനെ ഒരു ദൈവശാസനത്തെ അനുസരിക്കുന്ന ഒരു സംവിധാനവും അത്തരത്തിലുള്ള ഒരു ഭരണകൂടവും അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്ര സന്ദർഭത്തിലാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന കാവുകളുടെയും തെയ്യങ്ങളുടെയും ഒക്കെ, ഇപ്പോൾ ഒരു തെയ്യത്തെ എടുക്കുകയാണെങ്കിൽ ഉദാഹരണം ബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനെ നഖശിഖാന്തം ഒരു തരത്തിലും ശ്രീരാമനെ അംഗീകരിക്കുകയോ കിടത്തിപ്പൊറുപ്പിക്കാത്ത ഒരു തെയ്യമാണ് ബാലി എന്ന് പറയുന്നത്. ശ്രീരാമനെ അവസാനം ശരം പൊരിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനെ ബാലി ഒരിടത്ത് സ്തുതിക്കുന്നൊക്കെയുണ്ട്. എങ്കിൽ കൂടി മറ്റെല്ലാ രാമായണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു രാമായണ ആഖ്യാനം തെയ്യത്തിനകത്തുണ്ട്. നോർത്ത് മലബാറിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബാലി തെയ്യത്തെ ശ്രീരാമന് വേണ്ടി ഒരു കാവും ഉത്തര കേരളത്തിൽ നിലനിൽക്കുന്നില്ല. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ശ്രീരാമൻ്റെ ഇരയായിരുന്ന ബാലിക്ക് വേണ്ടി ബാലിയെ കൺകണ്ട, ഞാൻ പറയുന്നത് കേവലം 500, 600, 700 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല പറയുന്നത്. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കാവിനകത്ത് 7 മരങ്ങൾക്ക് പിറകെയുള്ള ഒരു ദൈവത്തിൻ്റെ അമ്പേറ്റ് പിടയുന്ന ഒരു നീതി, ഒരു നിലവിളിക്കുന്ന ഒരു സത്യം ഈ സമയത്തും നമ്മുടെ നോർത്ത് മലബാറിലെ ഏതെങ്കിലും ഒരു കാവിനകത്ത് നടക്കുന്നുണ്ടാകും. കാരണം തെയ്യത്തിനോട്, തെയ്യക്കാരോട്, തെയ്യം നടക്കുന്ന നാട്ടുമനുഷ്യരോട്, പട്ടിണിയിലും ദുരിതത്തിലും കഷ്ടപ്പാടുകളിലും ദുരന്തങ്ങളിലും നിൽക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് രാമനെ വേണോ ബാലിയെ വേണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ബാലിയെ മതി എന്നുള്ളതാണ്. ശ്രീരാമനിൽ നിന്നും ബാലിയെ വേർതിരിക്കുന്ന ആ വേർതിരിവിൻ്റെ, വിവേകത്തിൻ്റെ, വിവേചനത്തിൻ്റെ പേരാണ് തെയ്യം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ തെയ്യം തത്വം പറയുന്ന, വേദം പറയുന്ന, വേദാന്തം പറയുന്ന രാമനെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമെന്നാണ് ഉത്തര മലബാറിലെ തൊഴിലാളികൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് തൊഴിലന്വേഷിച്ച് കർണാടകത്തിലേക്ക് പോയ മണ്ണുമ്മൽ വിശ്വകർമ്മൻ എന്ന് പറയുന്ന ആശാരി, വിശ്വകർമ്മൻ എന്ന് പറയുന്ന ആശാരി തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടുന്നൊരു ദൈവത്തെയും കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. കേരളത്തിലുണ്ടായിരുന്ന രാമായണത്തിനുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായൊരു ഇൻ്റർപ്രിട്ടേഷനാണത്. പക്ഷേ അതിനെ ആ തരത്തിൽ അങ്ങനെ ആ രാമായണത്തെ അങ്ങനെ വായിക്കുകയോ കാണുകയോ പഠിക്കുകയോ ചെയ്യാൻ ഇവിടുത്തെ പണ്ഡിതന്മാരോ ചരിത്രകാരന്മാരോ രാമായണ പഠിതാക്കളോ ഇന്നോളം തയ്യാറായിട്ടില്ല. അത് തയ്യാറാവുകയോ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ അത് അവരുടെ കാര്യം, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. പക്ഷേ മണ്ണുമ്മൽ വിശ്വകർമ്മൻ പോയി തിരിച്ചു വരുമ്പോൾ അയാളുടെ വെള്ളോലമേക്കൂടെ ആധാരമായി അയാളുടെ ആശാരിപ്പണിക്കിടെ കണ്ടുമുട്ടിയ വൻമരം മുറിക്കുന്ന ഒരു വലിയ, അയാളുടെ മരപ്പണിക്ക് ആവശ്യമായ വലിയ മരം മുറിക്കുന്നതിന് വേണ്ടി കാട്ടിനകത്തേക്ക് പോയി ഒരു മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണ നിലക്ക് മരം മുറിക്കാൻ പറ്റില്ല. അതിലൊരുപാട് കർമ്മങ്ങളുണ്ട്. ആ മരത്തെ ബന്ധവിമുക്തമാക്കിയ, ജീവവിമുക്തമാക്കിയ എല്ലാ ജീവജാലങ്ങളെല്ലാം കൂടൊഴിഞ്ഞു പോയി ഏകമായിരിക്കുന്ന മരത്തെ മാത്രമേ ഖണ്ഡനം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മരത്തെ ഖണ്ഡിക്കുന്ന സമയത്താണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ബാലി ഈ ആശാരിയുടെ എല്ലാ കർമ്മങ്ങളും അയാൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി, അങ്ങനെ എനിക്ക് ഒരു ജീവിതം വേണം, ഞാൻ നിൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കിഷ്കിന്ധയിലെ കാട്ടിനകത്ത് വെച്ച് ബാലിയെയും കൂട്ടി മണ്ണുമ്മൽ വിശ്വകർമ്മൻ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും തീരാ ദുഃഖങ്ങളുടെയും വലിയ ജീവിത വ്യഥകൾ അനുഭവിക്കുന്ന ഉത്തര കേരളത്തിലെ തൊഴിലാളികളുടെ അടുത്തേക്കാണ് ബാലി വരുന്നത്. ബാലി നമ്മുടെ തൊഴിൽ കുലനായകനാണ്, തൊഴിലാളികളുടെ നേതാവാണ് ബാലി എന്ന് പറയുന്നത്. ബാലി പറയുന്നത് ഒന്നര ബലവാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബലവും എന്നെ എതിർക്കുന്നവൻ്റെ അധിക ബലവും പാതി ബലവും, അങ്ങനെ ഒന്നര ബലവാനായ എന്നോട് എതിരിടാൻ ആരുണ്ട്?
മണ്ണിൽ പണിയെടുക്കുന്ന അത്യധികം കഠിനാധ്വാനം ചെയ്യുന്ന ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, കല്ലാശാരി പോലുള്ള കഠിനാധ്വാനികളായ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ബാലി ഉത്തര മലബാറിൽ നിന്ന് ഒരു ആശാരിയുടെ പടിഞ്ഞാറ്റയിൽ പോയി ശേഷി വിടുന്നത്. ബാലി വന്നിട്ട് ഉദിനൂർ കോവിലകത്തേക്കോ ചെറക്കൽ കോവിലകത്തേക്കോ കാഞ്ഞങ്ങാട് കോവിലകത്തേക്കോ വലിയ കോവിലകത്തെ തമ്പുരാന്മാരുടെ മുമ്പിൽ കെട്ടുവെച്ച് തൊഴുത് അവരുടെ ആജ്ഞാനുവർത്തി ആവുകയല്ല ബാലി ചെയ്യുന്നത്. ബാലി ചെയ്യുന്നത് അവിടെയാണ് തെയ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബാലി അതിൽ സ്വീകരിക്കുന്നത് മണ്ണുമ്മൽ വിശ്വകർമ്മനെയാണ്, മണ്ണുമ്മൽ ആശാരിയെയാണ്, കൊല്ലനെയാണ്. കൊല്ലന് ബാലിയല്ലാതെ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന കൊല്ലൻ്റെ പണിയാലയിൽ ഈ സർവവും സംഹരിക്കാൻ ശേഷിയുള്ള വലിയ നാഗരികനായ ആര്യദേവനായ രാമനെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആരാധനയൊക്കെ നിലനിൽക്കുന്ന നമ്മുടെ കാവുകളുടെയൊക്കെ സ്ഥിതി ഇന്നത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാവുകളെല്ലാം കാവ്, കോട്ടം, മുണ്ട്യ, താനം, പതി, പള്ളിയറ, അറ, കളരി, തറവാട്, വീട്, വളപ്പ് അങ്ങനെ പറയുന്ന മനോഹരമായ മലയാള സംജ്ഞകൾ മുഴുവൻ, മലയാള പ്രയോഗങ്ങൾ മുഴുവൻ ഒറ്റ ക്ഷേത്ര മാതൃകയിലേക്ക് മാറുകയും ക്ഷേത്രം എന്ന് പറയുന്ന പുഞ്ചക്കണ്ടത്തുനിന്നും മുക്കോല പെരുവൈക്കുന്നും പിന്നെ 2 മട്ടക്കണയും കൂട്ടിക്കെട്ടി പതി പള്ളിയറയാക്കി എന്നെ കൂടി കണ്ടോ എന്ന് തെയ്യം പറയുന്നുണ്ട്. മുക്കോല പെരുവൈക്കുന്ന പിന്നെ മുക്കോണീൻ്റെ ചുവട്ടുനിന്ന്, മരത്തിൻ്റെ ചുവട്ടുനിന്ന്, പുഞ്ചക്കണ്ടത്തുനിന്ന് നിങ്ങൾക്ക് എവിടെയും ചെമ്പടിച്ച മാടമില്ലല്ലോ, ഓടിട്ട ശ്രീകോവിലില്ലല്ലോ, ചെമ്പടിച്ച മാടമില്ലല്ലോ എന്ന പരിഭവം നിങ്ങൾക്ക് വേണ്ട. ഇത് കണ്ടോ, ഇതെൻ്റെ വൃന്ദാവനം, ഈ കാട് നിങ്ങൾക്കിഷ്ടമായോ, ഈ കാടെൻ്റെ വൃന്ദാവനം, ഇത് പച്ചക്കാട്ടിൽ അച്ചിയായ നിങ്ങളുടെ അമ്മ ഞാനെന്ന് എല്ലാ ദിവസവും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ദാസം മങ്ങാടൻ തൊണ്ട പൊട്ടി കരളുരുകി പറയുന്ന കാഴ്ചയുണ്ട്. ഇത് ഉദിച്ച വെയിലും ചോർന്ന മഞ്ഞും തോർന്ന പെരുമഴയും അടിച്ച കാറ്റും ഇതല്ലാതെ ഇതിനും അപ്പുറമുള്ള ഇതൊക്കെ ഇവിടെ വേണം. ഉദിച്ച മഞ്ഞ് വേണം, തോർന്ന വെയിൽ വേണം, ഉദിച്ച വെയിൽ വേണം, തോർന്ന മഞ്ഞ് വേണം, പെയ്ത പെരുമഴ, ഇതെല്ലാം ഈ കാവിന് ആവശ്യമാണ്. അതിനും അപ്പുറമുള്ള മാരികൾ വരുമ്പോൾ ഇതൊന്നും വരുമ്പോൾ ഞാൻ തടുക്കൂല. അതിനും അപ്പുറമുള്ള മാരി വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് മഴ പോലെ വർഷിക്കുമ്പോൾ, ഈയത്തിൻ്റെ ദുഃഖം ഇരുമ്പ് മഴ പോലെ വർഷിക്കുമ്പോൾ ഈയത്തിൻ്റെ കുട ചൂടി നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നാണ് തെയ്യത്തിൻ്റെ മൊഴികളിലെല്ലാം ഇത് കാണാം. അപ്പോൾ തെയ്യം പറയുന്നത് ഒരു സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും അവിടെയുള്ള പ്രകൃതിയും ഇതെല്ലാം ഒത്തുചേരുന്ന കാവിൻ്റെ മാതൃകകളെയാണ് ഇന്ന് നമ്മളവിടെ പ്രശ്നചിന്ത നടത്തി ജ്യോതിഷി അവിടെ കൊണ്ടുവന്ന് എന്തൊക്കെയാണോ തെയ്യത്തിന് നിഷിദ്ധമായിരിക്കുന്നത്, എന്തൊക്കെയാണോ തെയ്യത്തിന് വേണ്ടാതിരിക്കുന്നത്, ആ പരിസര പ്രദേശത്തിന് ദൂരെ ഏതോ നാട്ടിൽ നിന്നാണ് ഇന്ന് ജ്യോതിഷി അവിടത്തേക്ക് വരുന്നത്. ആ ജ്യോതിഷിയുടെ ജ്യോതിഷി എന്ന് പറഞ്ഞാൽ ചരിത്രകാരനൊന്നുമല്ലല്ലോ, അയാളുടെ ഫലപ്രവചന പ്രകാരം അവിടെ പീഠപ്രതിഷ്ഠയും അവിടെ വിഗ്രഹപ്രതിഷ്ഠയും. കാരണം ഒരിക്കലും തെയ്യത്തിന് ഒരു വിഗ്രഹപ്രതിഷ്ഠയിലോ പീഠപ്രതിഷ്ഠയിലോ നിൽക്കാവുന്ന, ഇപ്പം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായി പറയുകയാണ്, ഞാൻ ചില ജ്യോതിഷികളുമായിട്ടൊക്കെ ഇത് സംസാരിച്ചിട്ടുണ്ട്. ഈ തെയ്യങ്ങളെ ജ്യോതിഷ വിധിപ്രകാരം, തെയ്യം എന്ന് പറയുന്നത് എൻ്റെ തറവാട്ടിലെ എൻ്റെ അച്ഛനോ മുത്തച്ഛനോ വല്യച്ഛനോ ഒക്കെ ആൾക്കാരാണ് തെയ്യം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് ആവാഹന മന്ത്രങ്ങളിലൂടെ ഉള്ള പൗരോഹിത്യ വിധിപ്രകാരമുള്ള സംസ്കൃത വേദ മന്ത്രങ്ങളിലൂടെയൊന്നും ചിട്ടപ്പെടുത്താവുന്ന ഒരു ജീവിതക്രമമല്ല. അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിൽ കുളച്ചേരി വിഷകണ്ഠനെ അല്ലെങ്കിൽ കൂടാളിത്തറ കുഞ്ഞിരാമനെ, പുലയരുടെ കണ്ടത്തിൽ മരിച്ചുപോയ പൊലപ്പൊട്ടനെ, മാടായിക്കാരിയെ, ഇവർക്ക് എല്ലാ മന്ത്രപൂട്ടുകളും പൊട്ടിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. മാടായിക്കാരി പുലിമറിഞ്ഞ തൊണ്ടച്ചനാകാൻ പോകുമ്പോൾ സകല ഗുരുക്കന്മാരും മന്ത്രമൂർത്തികൾ ഇയാളെ തടയാൻ നോക്കുന്നുണ്ട്. എല്ലാം ഉക്കിൽ കെട്ടി പൂട്ടിയവരെല്ലാവരെയും, പുറത്തേനെയും കുളിയനെയും എല്ലാവരെയും. അപ്പോൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇളക്കുക ചെയ്യുന്നത്. ഇവരെല്ലാം പൂട്ടിക്കെട്ടിയ മാടായിക്കാരിനെയാണ് ഇപ്പോൾ എവിടുന്നോ വന്ന്. ഭയങ്കര ദയനീയമാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. പുലയരുടെ പതികളിൽ ബ്രാഹ്മണന്മാർ വന്ന് പ്രതിഷ്ഠ നടത്തി. ഞാൻ എത്രയോ ഇതിന് സാക്ഷിയായിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തൊരു വൈരുദ്ധ്യത്തിൽ. മുത്തപ്പൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ ഇല്ലത്തെ പൂജയും മന്ത്രവും ആവാഹനവും ഹവിസ്സും തീർത്ഥവും ഒക്കെ മനം പുരട്ടി അത് സഹിക്കാൻ വയ്യാണ്ട് ആ ഇല്ലം വിട്ട ആളാണ് മുത്തപ്പൻ. അയാൾ വരുന്നത് പിന്നെ കരിമ്പാലന്മാരെന്ന് പറയുന്ന ആദിവാസി ദളിതരായ ആൾക്കാർ, അവിടുത്തെ മൂത്തോരാൻ ചന്ദൻ്റെ പെണ്ണ്, അവർ മുളങ്കുറ്റിയിൽ വെച്ച മദ്യവും അവർ ചുട്ട മീനും കുതിച്ച് ഈ ഇല്ലവും അതിൻ്റെ പൂജയും മന്ത്രവും ഹവിസ്സും ഇതൊക്കെ ഉപേക്ഷിച്ച
മുത്തപ്പനാണ് നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് ഈ പുനഃപ്രതിഷ്ഠയും ഇതൊക്കെ നടത്തി. ഇത് സംഭവിക്കുന്നത് അത് കേവലം ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ തെയ്യത്തിനകത്ത് മാത്രമല്ല, എവിടെയാണ് ഇതല്ലാത്തത്? ഇതെല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പറയുമ്പോൾ തെയ്യത്തിനകത്ത് ഭയങ്കര ബ്രാഹ്മണവൽക്കരണം നടക്കുന്നു, ഭയങ്കരമായ ജാതി കൂട്ടായ്മകളുണ്ടാകുന്നു. എല്ലായിടത്തും ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, ബ്രാഹ്മണൻ്റെ അറിവെന്ന് പറയുന്നത് പരമമാണെന്നും ആ സവർണതയാണ് ഇവിടുത്തെ. നമ്മൾ ഭയങ്കര സെക്കുലർ എന്ന് പറയുമ്പോഴും നമ്മൾ സെക്കുലർ ആവുന്നത് ബ്രാഹ്മണനായോ സവർണനായോ ഹിന്ദു ആയോ ഉള്ള ഒരു സെക്കുലർ സംസ്കാരമാണ് എല്ലായിടത്തും നിൽക്കുന്നത്. അത് തെയ്യത്തിൽ മാത്രമൊന്നുമല്ല, അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. പക്ഷേ തെയ്യത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഭൗതികമായി ക്ഷേത്രമായോ മറ്റായോ ഒക്കെ മാറുമ്പോഴും മാടായിക്കാരി തന്നെയാണ്. അതിൻ്റെ അകത്തെ കാരിനെ മാറ്റാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. വിഷകണ്ഠൻ തന്നെയാണ്. വിഷകണ്ഠൻ ഇപ്പോഴും കണ്ടത്തിലൂടെ പോയി കരുമാരത്തില്ലത്ത് പോയി ഇത് കൂടിക്കാണും. പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റംപാട്ടിന് പകരം അവിടെ വേറെ ഏതെങ്കിലും ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ അത് സംഭവിച്ചേക്കാം. പൊട്ടൻ ഇപ്പോഴും പറയുന്നത് ഞാനും നീയും തമ്മിൽ എന്ത്, അത് സ്വന്തം കണ്ടത്തിൽ വയനാടോൻ പുഞ്ച എന്ന് പറഞ്ഞ താനെ വിളക്കുകയും വാളുകയോ വിത്തിടുകയോ വളമിടുകയോ ഒന്നും വേണ്ടാത്ത ഈ പ്രകൃതിക്കൊപ്പം വളരുന്ന പുലയനൊപ്പം വളരുന്നതാണ് വയനാടോൻ പുഞ്ച എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു കൃഷിയാണ്. ആ നാട്ടുകൃഷിയുടെ വയനാടൻ പുഞ്ച എന്ന് പറഞ്ഞ നാടൻ നെൽവിത്തിൻ്റെയും പാടത്തിൻ്റെയും കാവൽക്കാരനാണ് പുലയൻ. അയാളുടെ കണ്ടത്തിൽ അയാളും അയാളുടെ ഭാര്യയും കുട്ടിയും കണ്ടത്തിൻ്റെ വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ അവിടേക്ക് കടന്നു വരാൻ പാടില്ലാത്ത ആൾ മറ്റേയാളാണ് വഴിമാറി പോകേണ്ടത്. അയാൾക്കിവിടെ എന്താ കാര്യം? ബ്രാഹ്മണന് ഇതിനകത്ത് എന്താ കാര്യം? ഇത് അയാളെന്താ പറഞ്ഞത്? നീ മാറി നിൽക്കുന്നത്. നമ്മളെ വീട്ടിൽ വന്ന് ഇതാണിപ്പോൾ നടക്കുന്നത്. ഈ എല്ലാ അധിനിവേശങ്ങളും അങ്ങനെയാണല്ലോ. അധിനിവേശങ്ങളുടെ ചരിത്രങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയും നമ്മുടെ വീട്ടിലിരുന്ന് നീ മാറിപ്പോകുമെന്ന് പറയുന്ന, അതാണ് പൊട്ടൻ ചോദിക്കുന്നത്. എനിക്ക് എന്താണ് നിൻ്റെ ആ റൈറ്റാണ് തെയ്യം. ഇതേ ചോദ്യമാണ് ബാലി ചോദിക്കുന്നത്. കിഷ്കിന്ധ എന്ന് പറയുന്നത് നിങ്ങളുടെ ആര്യ സംസ്കാരത്തിനകത്തൊന്നും നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഞങ്ങൾ വേറൊരു ഗോത്രം, വേറെ ഭാഷ, വേറെ സംസ്കാരം, വേറെ ജീവിതം. ഇതിനകത്ത് കയറി വന്ന് നിൻ്റെ നീതി, ഇത് തെയ്യം ചോദിക്കുന്ന ചോദ്യമാണ്. നിൻ്റെ നീതി നടപ്പാക്കാൻ നിൻ്റെ അധികാരം എന്ത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഗംഭീരമായ ചോദ്യമാണ്. കാടുവാഴും നിങ്ങൾ, നാടുവാഴും നിങ്ങൾ, നല്ലവരല്ലോ നിങ്ങളുടെ ഭാര്യമാർ, നല്ലവരല്ല ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങൾ കാട്ടിൽ കായ്കനികളും അതൊക്കെ തിന്ന് ജീവിക്കുന്ന, നിങ്ങൾക്ക് വസിക്കാൻ രമ്യഹർമ്മ്യങ്ങളും. ഇത് പിന്നീട് കടമനിട്ടൊക്കെ കവിതകളായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് 300-400 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മലയരും പുലയരും എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് സുന്ദരിമാരമായ ഭാര്യമാരും, നിങ്ങൾക്ക് വലിയ രമ്യഹർമ്മ്യങ്ങൾ, നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് ഞങ്ങളെ നിങ്ങളുടെ ഇരയാക്കുന്നത്? ഭയങ്കര അങ്ങേയറ്റം ജീവിതം തകർക്കുന്ന ചോദ്യമാണ് ഇവർ ബാലിയൊക്കെ ചോദിക്കുന്നത്. ഇതേ ചോദ്യം രാമായണത്തിൻ്റെ അകത്തൊരിടത്ത് ശംഭുകൻ ചോദിക്കുന്നുണ്ട്. ശംഭുകൻ്റെ വീട്ടിന് മുമ്പിൽ വിമാനമിറങ്ങിയ രാമനോട് ചോദിക്കുന്നത് എന്തിനാണ് എന്നെ? അപ്പോൾ എന്തിനാണ് രാമൻ വന്നിരിക്കുന്നത്? രാമരാജ്യത്ത് ബ്രാഹ്മണൻ്റെ കുട്ടികൾ മരണപ്പെടുന്നത് ദസ്യുവായിരിക്കുന്ന കാട്ടാളനായിരിക്കുന്ന ശംഭുകൻ വിദ്യ അഭ്യസിക്കുന്നത് കൊണ്ടാണ്. അതേ ശംഭുകനെ കൊല്ലുന്ന അതേ അസ്ത്രം കൊണ്ട് തന്നെയാണ് ഇവിടെ പൊട്ടനെ കൊല്ലുന്നത്. അതേ അസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ബാലിയെ കൊല്ലുന്നത്. അതേ കൗശലം ഉപയോഗിച്ചിട്ടാണ് പുലിമറഞ്ഞ തൊണ്ടച്ചനെ ഈ ഭൂമിയിൽ നിന്നും മാടായിക്കാരി എന്ന് പറയുന്ന ഒരു പുലയച്ചക്കനായ അന്നത്തെ കാലത്തൊരു അയ്യങ്കാളിക്കൊക്കെ മുൻപ് മാടായി. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ആവേശത്തോടു കൂടി പറയുന്നതല്ല. ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ എന്തുമാത്രം ദുരിതവും ദുഃഖവും ദുരന്തവുമുള്ള മാടായി പാറക്കുള്ള അടിമച്ചന്തയിൽ നിന്നാണ് ഇവൻ്റെ അച്ഛനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ചേണിച്ചേരി കുഞ്ഞമ്പു 2 ഓട്ടം പോകുന്നുണ്ട് മാടായിലേക്ക്. അതിൻ്റെ ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്കണം. അപ്പോൾ ചേണിച്ചേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന കുഞ്ഞുമംഗലത്തെ അവിടെയുള്ള ജന്മിയുടെ കണ്ടത്തിൽ കൃഷിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ നല്ലൊരു കൃഷിപ്പണി ചെയ്യാൻ നല്ലൊരു പെണ്ണിനെ വേണം. അങ്ങനെയാണ് മാടായി കാവിൻ്റെ അടുത്തുള്ള മാടായി പാറ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പോയി സെൽഫി എടുക്കുകയും വളരെ ഗംഭീരമായിരിക്കുന്ന സ്ഥലമാണല്ലോ. ചിങ്ങമാസത്തിൽ പൂക്കളുണ്ടാവുന്നു, വീണ്ടും ഇതുണ്ടാവുന്നു ഒരുപാട്. പക്ഷെ ഒക്കെ ശരി, വളരെ ജൈവ വൈവിധ്യങ്ങളൊക്കെയുള്ള അതിഗംഭീരമായ. പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു പുലയൻ അവിടെ പോയിട്ട് സെൽഫി എടുക്കാനും തോന്നില്ല. കാരണം അവൻ്റെ പൂർവ്വപിതാക്കന്മാരെ കച്ചവടം ചെയ്ത സ്ഥലമാണ്. ഞങ്ങളുടെ അടിമകളുടെ, ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മമാരുടെയൊക്കെ ജീവിതം, ദുരന്തപൂർണമായ ജീവിതം ജീവിച്ച സ്ഥലമാണ് മാടായിപ്പാറ. അവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങിയ ആദ്യൊരു പെണ്ണിനെയാണ് വാങ്ങുന്നത് പൈസ കൊടുത്തിട്ട്. നമ്മൾ വിനിൽ പോളിൻ്റെയൊക്കെ പുസ്തകത്തിനകത്തുള്ള അടിമകളുടെ ജീവിതത്തൊക്കെ പറയുന്ന അതിൻ്റെ ചരിത്ര സാക്ഷ്യമാണ് മാടായിലൊക്കെ നടന്നിട്ടുള്ള അടിമച്ചന്ത.
അത് തെയ്യത്തിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ മാവിലർ എന്ന് പറയുന്ന സമൂഹം അവരെ ചെറോമർ അടിമകളായിട്ട് കാട്ടുമൂർത്തി എന്നാണ് തെയ്യം ഇന്നും അവരെ വിളിക്കുന്നത്. കാട്ടടിയാന്മാരെന്നാണ് തെയ്യം ഇപ്പോഴും അവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ. അതിലൊക്കെ അവർക്ക് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർ പലപ്പോഴും പറയണം. ഞങ്ങൾ കാട്ടടിയാന്മാരല്ല, ആ പേരൊക്കെ മാറ്റി വിളിക്കണമെന്ന്. അപ്പോൾ ഇത് തെയ്യത്തിന് ഹയർ മിത്തൊന്നുമില്ല. സ്വർഗം നിഷേധിച്ച് ഈ ദുരിത ജീവിതം വില കൊടുത്തു വാങ്ങിയ വലിയ സാമൂഹ്യ ബോധമുള്ള വിപ്ലവ മൂല്യമുള്ള മാനവികതയാണ് തെയ്യമെന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ ബാലിക്ക് വേണമെങ്കിൽ എന്തിനാണ് ഈ ആശാരിയുടെയും മൂശാരിയുടെയും കൊല്ലൻ്റെയൊക്കെ കഠിന ജീവിതത്തിനകത്ത് വന്ന് എന്തിന് ദുരിതപ്പെടണം? അയാൾക്ക് നല്ല നമ്പൂതിരിയുടെ ഇല്ലത്തോ ചെറുക്കൽ കോവിലകത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തൊക്കെ അയാൾക്ക് കഴിഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇത് തിരിച്ചറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തെ, ഈ ഒരു സാമൂഹിക സങ്കല്പനങ്ങളെ കാവിൻ്റെ അകത്ത് നിന്നും പൂർണ്ണമായിട്ടും ഉച്ചാടനം ചെയ്യുക എന്നുള്ള ഒരു ആസൂത്രിതമോ അങ്ങനെ അല്ലാത്തതയോ ആയ ഒരു സാമൂഹ്യ ബോധമില്ലാതെ പോകുന്നത് കൊണ്ടാണ് കാവെന്ന് പറയുന്നത് ഈ മനോഹരമായ നിർമ്മിതികൾ മുഴുവൻ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പുറത്തെ തെയ്യവും അകത്തെ തെയ്യവും ഉണ്ട്. മതിൽക്കെട്ടിനകത്തുള്ള തെയ്യം വിശുദ്ധമായ തെയ്യവും കോഴിയറവോ കള്ളോ കുരിശിയോ ഒന്നുമില്ലാത്ത തെയ്യങ്ങളാണ് മതിൽക്കെട്ടിന് ഉള്ളിൽ. മതിൽക്കെട്ടിന് പുറത്ത് മറ്റു തെയ്യങ്ങളൊക്കെയുള്ള അങ്ങനെ രണ്ട് തട്ട് സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ കാവിനകത്ത് വന്നു കഴിഞ്ഞു. കാവിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചുറ്റുവിളക്ക്, നിറമാല, ലക്ഷാർച്ചന, ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. ആരാണ് ഹിന്ദു എന്ന് ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഹിന്ദു എന്ന് ഒരു കാലത്തും അർഹതയില്ലാത്തവനാന്ന് പോയിട്ട് ഇതിൻ്റെ മുകളിൽ പോയിട്ട് എഴുതി വെക്കുന്നത്. അഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല, മുസ്ലിങ്ങൾക്ക് ഈ പറമ്പിലെ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച നാടാണ് നമ്മുടെ നാട്. അത്രയധികം പുരോഗമനവും പുരോഗമന ചിന്താഗതിയും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നത്. ക്ഷേത്രത്തിനകത്തെത്തുമ്പോൾ എല്ലാവരും ഭയങ്കരമായ മതവും ഹിന്ദുക്കളായി മാറുകയും ഹിന്ദു വിശ്വാസികളായി മാറുകയും പുറത്തെത്തുമ്പോൾ വലിയ പുരോഗമനക്കാരായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ കളിയാട്ടക്കാവ്. അതുകൊണ്ടാണ് ഇപ്പോഴും ജാതി വിലക്കുകൾ. ഈ സമയത്തും നമ്മുടെ നാട്ടിനകത്ത് തെയ്യം കെട്ടിയ ഒന്ന് രണ്ട് ആൾക്കാരെ മാറ്റി നിർത്തി വിലക്കി ഇരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ പത്മശ്രീ നേടിയിട്ടുള്ള നാരായണ പെരുവണ്ണ എല്ലാ ലോകം അംഗീകരിച്ച, എനിക്ക് തോന്നുന്നല്ല ആദ്യമാണ് ഒരു തെയ്യക്കാരന് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തെയ്യത്തിന് ഊരുവിലക്കി. ആലോചിച്ച് നോക്കൂ, രാഷ്ട്രപതി ബഹുമാനിച്ച ആളെ സ്വന്തം നാട്ടിലെ വാർഡിലത്തെ ആൾക്കാർ ബഹുമാനിക്കാത്ത സ്ഥിതിയാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തെയ്യത്തിനകത്ത് നടക്കുന്ന ഈ ഒരു ബ്രാഹ്മണ കേന്ദ്രീകൃതവും ക്ഷേത്ര കേന്ദ്രീകൃതവും വൻ ക്യാപിറ്റൽ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. കാരണം തെയ്യക്കാവുകൾ പണ്ട് 19 കൊല്ലം മുമ്പ് യാതൊരു വരുമാനവും ഇല്ലാതിരുന്ന തെയ്യക്കാവുകൾ ക്ഷേത്രമായി മാറുന്നതോടുകൂടി വലിയ ക്യാപിറ്റൽ അവിടെ വരുന്നു. അവിടെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവിടെ വലിയ കമ്മിറ്റികൾ ഉണ്ടാകുന്നു. കോടികൾ മുടക്കിയിട്ടാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നത്. വലിയ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത്രയും നമ്മുടെ പല സുഹൃത്തുക്കളും അവിടുത്തെ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. വൻ ക്യാപിറ്റലാണ് അവിടെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിപണികൾ, മേള, ഉത്സവം, കാർണിവൽ പരിപാടികൾ, അത്തരത്തിലുള്ള വലിയ വിപണിയുടെയും വലിയ കാർണിവലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തെയ്യം കെട്ട് ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം ഈ കാവെന്ന് പറയുന്നത് മുഴുവൻ കാവിനകത്തുള്ള മരങ്ങളും വള്ളിക്കെട്ടുകളും ഒക്കെ വെട്ടിമാറ്റി കാവ് വലിയ മതിൽക്കെട്ടിനകത്ത് ഏതാണ്ട് ഒട്ടുമിക്ക കാവുകളും മേൽക്കൂരക്കുള്ളിലായി കഴിഞ്ഞു. വലിയ ഷീറ്റടിച്ച് നിലത്ത് ഇൻ്റർലോക്ക് പാകി മുറ്റമുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള വലിയ കോൺക്രീറ്റ് നിർമ്മിതിക്കകത്താണ് ഇന്ന് ഈ കാവെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് തെയ്യക്കാവിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി വന്നാൽ അങ്ങനെ ഒരു കാവ് വളരെ അപൂർവമായിട്ട് മാത്രം നിലനിൽക്കുന്നുള്ളൂ. എല്ലാ മരങ്ങളും പോയി കഴിഞ്ഞു. കാവിനകത്ത് വലിയ മേൽക്കൂരകൾ വന്നു കഴിഞ്ഞു. കാവിൻ്റെ മുറ്റം ഇൻ്റർലോക്കും മറ്റ് കരിങ്കല്ലൊക്കെ പാകി. ഭയങ്കര ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നടക്കുന്നത് ഇത് വളരെ ജനകീയമായി ഒരുപാട് മനുഷ്യരും ജനങ്ങളൊക്കെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണല്ലോ. ഈ പുതിയ നിർമ്മിതിക്കുള്ളിൽ മനുഷ്യരും തെയ്യവും ആകെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ്. വലിയ മുടിയും, കാരണം തെയ്യത്തിൻ്റെ ഒരു ആഹാരം എന്ന് പറയുന്നത് മറ്റു തെയ്യങ്ങളെ പോലെയല്ല. 35-40 അടി ഹൈറ്റൊക്കെയുള്ള മുടിയുണ്ട്. ഒരു 10 അടി വീതിയൊക്കെ ഉള്ള ചമയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ചമയങ്ങളും ഒക്കെ ആയിട്ടാണ് തെയ്യം അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. ഒരിക്കലും മതിൽക്കെട്ടിന് പുറത്ത് നിർത്തിയിട്ടുള്ള ജനങ്ങൾ തെയ്യത്തിൻ്റെ കൂടെ തന്നെ വേണം.
ഒരു വെള്ളത്തിനകത്ത് മീൻ പോകുന്ന, ഒരു കടലിൽ മീൻ പോകുന്നത് പോലെയാണ് ജനങ്ങൾക്കുള്ളിലൂടെ തെയ്യം കടന്നു പോകുന്നത്. അതിനങ്ങനെ മതിൽ കെട്ടി അപ്പുറം ഇപ്പുറം നിന്നും വേർതിരിക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, കാരണം തെയ്യക്കാരന് ഇത്രയധികം, കാരണം ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു തൃക്കരിപ്പൂരുകാരനാണ്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ പരിസരങ്ങളിലൊക്കെയുള്ള ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരു തെയ്യക്കാരനും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ഉണ്ടാവുകയില്ല. കാരണം അത്രയും കഠിനമായ ജീവിതത്തിലൂടെയാണ്. കാരണം ദിവസങ്ങളോളം ഉറക്കൊഴിയാണ് ചെയ്യുന്നത്. ഒരു രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് കൃത്യമായ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം തെയ്യത്തിൻ്റെ ഒരു ജീവിതം അങ്ങനെയാണ്. ചില തെയ്യങ്ങൾ ഒരു ഉച്ചക്കൊക്കെ തെയ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ തെയ്യം കഴിയുന്ന പുലർച്ചെ 2-3 മണിക്കൊക്കെയാണ്. ആ 3:30-4 മണിക്കൊക്കെ ആകും പുലർച്ചെ സമയത്ത് അവർ ചിലപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള തെയ്യക്കാരെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ വലിയൊരു ഓപ്പൺ തുറസും, മോത്തെഴുതാൻ കിടക്കുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ കീഴിൽ കിടന്ന് മോത്തെഴുതുമ്പോഴും ഈ വളരെ തുറന്ന അരങ്ങിൽ കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ തെയ്യം നടക്കുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടിയിരുന്നു. പക്ഷേ ഈ അടച്ചുറപ്പിനകത്ത് വെന്ത് പുകയുന്ന കാഴ്ചയാണ് ഇന്ന് തെയ്യങ്ങൾ നിൽക്കുന്നത്. കാരണം ഇതിപ്പോൾ കാണുന്നത് തെയ്യം കളിയാട്ടം നടക്കുന്ന സമയത്ത് വെള്ളമടിച്ചു കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ. എല്ലാവരും വന്നാൽ കാണുന്ന കാഴ്ചയാണ്. കാരണം അത് ഇരട്ടി പ്രശ്നമാണ്. ഈ ചുട്ട് പൊള്ളുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലെ നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് ഈ വെയിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ കരിങ്കല്ല് ചുട്ട് പൊള്ളുന്ന എൻ്റെയൊക്കെ കാല് പൊള്ളി പോയിട്ടുണ്ട് നമ്മൾ തെയ്യം കാണാൻ പോയിട്ട് നിന്നിട്ട്. വളരെ പ്രായമുള്ള ചില കാരണവന്മാർക്കും ചില ക്ഷേത്രത്തിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർക്ക് മെടഞ്ഞ ഓലയൊക്കെ വെച്ചിട്ട് ഇത്രയൊക്കെ പണിയുണ്ട്. അത് ആ തെയ്യക്കാരെപ്പോഴും പറയുക, അവർക്ക് ആ പഴയ ചാണകം തേച്ചിട്ടുള്ള ആ കളിയാട്ടം, നമ്മുടെ വീട്ടിൽ നമുക്ക് ചാണകം തേച്ച വീട് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ പുതുക്കി പണിത് കഴിഞ്ഞു. പക്ഷേ തെയ്യത്തിന് വേണ്ടാത്തതാണ് നമ്മൾ തെയ്യത്തിന് കൊടുക്കുന്നത്. തെയ്യക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചാണകം തേച്ച മുറ്റമാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞങ്ങൾക്ക് ഓല കെട്ടിയ അണിയറകളാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഈ മേൽക്കൂരകളൊന്നുമില്ലാത്ത വിശാലമായ തുറസുള്ള മരങ്ങളൊക്കെയുള്ള കാവാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് തെയ്യക്കാർ പറയുന്നത്. അവർക്ക് വേണ്ടാത്തതാണ് എന്നിട്ടിപ്പോൾ പല സ്ഥലങ്ങളിലും തെയ്യത്തിന് ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാൻ തെയ്യത്തിനിട്ട് കൊടുക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയും, അയ്യോ ഇതെന്തോ തെയ്യത്തിന് ഭയങ്കര തെയ്യവിരുദ്ധമായൊരു സംഗതിയാണല്ലോ. പിന്നെ എന്താണ് അവിടെ തെയ്യ അനുകൂലമായിരിക്കുന്നത്? തെയ്യവിരുദ്ധമായ 98 കാര്യം ചെയ്തിട്ട് പിന്നെ ഒരെണ്ണം ചെയ്യാനാണോ പിന്നെ പണി? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് അവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന സാമൂഹ്യ ബോധ്യമുള്ള മനുഷ്യരും അവിടുത്തെ ആൾക്കാരും കാവിൻ്റെ ഭരണാധികാരികളും ഇതെല്ലാവരും ചേർന്നിട്ടാണല്ലോ ഇതല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ സംവിധാനത്തെ മുഴുവൻ മാറ്റാൻ പറ്റുകയില്ല. ഇപ്പോൾ ബ്രാഹ്മണർ വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കാവിൽ ചെയ്തു തരാമെന്നൊന്നും പറയുന്നൊന്നുമില്ല. ഏറ്റവും അപകടകാരികളായ മനുഷ്യർ, ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർ ഞാൻ ബ്രാഹ്മണനാണെന്ന് സ്വയം തീരുമാനിക്കുകയും അവരെ പോലെ പെരുമാറുകയും അവരുടെ അവകാശ അധികാരങ്ങൾ ഏറ്റെടുത്ത് ബ്രാഹ്മണരായി മാറുന്ന ദളിതരാണ് ഏറ്റവും വലിയ പ്രശ്നം. ദളിതരെന്ന് പറയുന്നത് ഞാൻ തൊട്ട് താഴെയുള്ള എല്ലാ ജാതി സമൂഹത്തെയും ചേർത്തിട്ടാണ്. അവരെ ബ്രാഹ്മണന്മാർ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മളിതൊക്കെ ചെയ്തു തരാമെന്ന് അവർക്കതൊന്നും, അവരെ ഞങ്ങൾ അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടെന്ന്. ഇപ്പം ഞാനൊരു പുലയരുടെ എൻ്റെ വീട്ടിനടുത്ത് ഞാൻ കണ്ട കാഴ്ച, ബ്രാഹ്മണനെ പുലയരുടെ കോട്ടത്തേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ് എല്ലാവരും കൂടി. നമ്മളെന്തോരം നമ്മളെ പുറത്താക്കിയിട്ടുള്ള ആളാന്ന് ഇയാളെന്ന് വിചാരിക്കണം. ഇയാളെ തറവാട്ടിനകത്ത് കയറി ആളെ എല്ലാവരോടും പുറത്ത് പോകാൻ പറഞ്ഞു. ബാക്കി എല്ലാവരും പുറത്ത്, എല്ലാം പേടിച്ചിട്ട് അതിന് ആളടുത്തേക്ക് പോകും. ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തെയ്യന്മാരായ സ്ഥലത്ത് തെയ്യം കാണെങ്കിൽ ഷർട്ട് ഊരിയിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ. എത്രമാത്രം യുദ്ധം ചെയ്തിട്ടാണ് ഒരു കുപ്പായൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ ഇട്ടിട്ടുള്ളത്. ആ ഇട്ട കുപ്പായാണ് ഇവർ വന്ന് ഊരിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ബ്രാഹ്മണരാകാമെന്നുള്ളതിൻ്റെ വലിയ പ്രാക്ടീസാണ്. ഇത് തെയ്യക്കാവിൽ മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിലായാലും രാഷ്ട്രീയത്തിലായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലായാലും നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളിതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. തെയ്യക്കാവിൽ മാത്രമൊന്നുമല്ല. പക്ഷേ അവിടെ വളരെ ചരിത്രപരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെയ്യത്തിനകത്ത് നടക്കുമ്പോഴും തെയ്യത്തെ ഒരിക്കലും ജാതി കോട്ടയ്ക്കകത്തേക്കോ ബ്രാഹ്മണനാക്കാനോ ഒരാൾക്ക് സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു നിർമ്മിതിയും അങ്ങനെ ഒരു ജനുസുമാണ് തെയ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ തെയ്യത്തിനെതിരെ ഉന്നയിക്കുന്ന, ഇപ്പോൾ നമ്മളൊക്കെ തെയ്യത്തെക്കുറിച്ച് പറയുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന വലിയ ഒരു ആരോപണമെന്ന് പറയുന്നത് തെയ്യം ഭയങ്കരമായ ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോഴും ജാതി പ്രമാണിത്വത്തിനകത്താണ് തെയ്യം നിൽക്കുന്നത്. തെയ്യം ജാതി ഒരു പരിധിവരെ അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ തറവാട്, വീട്, കളിയാട്ടം, പെരുങ്കളിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജാതി കേന്ദ്രീകൃതമായി തന്നെയാണ്. ഇപ്പോൾ മുച്ചിലോട്ട് പോതി എന്ന് പറയുന്ന തെയ്യം അത് വാണിയരുടെ തെയ്യമാണ്. ഇപ്പോൾ പൂമാല എന്ന് പറയുന്ന തെയ്യം, പൂമാലക്കാവുകൾ അത് തീയന്മാരുടേതാണ്. പുലിമറഞ്ഞ തൊണ്ടച്ചൻ അത് പുലയരുടേതാണ്.
അങ്ങനെ ബാലി അത് വിശ്വകർമാക്കന്മാരുടേതാണ്, അതായത് ആശാരി മൂശാരി പോലുള്ള തൊഴിലാളികളുടേതാണ് ബാലി. അതൊരു തകരാറൊന്നുമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ജാതി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സണ്ണി മാഷൊക്കെ പറയുന്ന പോലെ, പക്ഷേ ജാതി ഞാൻ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയോ ജാതിയുടെ തിട്ടൂരങ്ങൾ ഞാൻ പാലിക്കുകയോ ജാതി അനുസരിച്ച് ഞാൻ ജീവിക്കുകയോ ചെയ്യില്ല എന്ന് പറയുന്നിടത്താണ്, അതാണ് തെയ്യം പറയുന്നത്. ജാതിയൊക്കെ ഇവിടെ, പക്ഷേ അതുകൊണ്ടാണ് തെയ്യം എല്ലാ ജാതിക്കാരെയും ചേർത്ത് വിളിക്കുന്നത്. ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞ കാവിനകത്ത് ആരാളത് മുസ്ലിമാണ് തെയ്യം. അതൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാതെ, കാരണം മുസ്ലിം ഹിന്ദു വിവേചനം ഇല്ലാതിരുന്ന ഒരു കാലത്താണ്. കാരണം ഇപ്പോൾ കരിവള്ളൂർ മുച്ചിലോട്ട് തലയില്ലത്ത് തറവാട്ടുകാർ എന്ന് പറയുന്നൊരു മുസ്ലിം ഏറ്റവും വലിയ, ഉത്തര കേരളത്തിലെ ആരാധനാലയങ്ങൾ ഏറ്റവും പ്രസിദ്ധിയുള്ളതും ഏറ്റവും സവിശേഷമായതും ഏറ്റവും വലിയ ചരിത്രമൊക്കെയുള്ള കരിവള്ളൂരിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ചരിത്രമുള്ള സ്ഥലമാണ് കരിവള്ളൂർ. അപ്പോൾ കരിവള്ളൂരിലാണ് മുച്ചിലോട്ട് പോതി എന്ന് പറയുന്ന സ്ത്രീ രക്തസാക്ഷിത്വം വരിച്ച് അവർ തെയ്യമായി മാറുന്നത് കരിവള്ളൂരിലാണ്. കരിവള്ളൂരിലൊരു മുസ്ലിം തറവാട്ടുകാർക്ക് കരിവള്ളൂരിൽ അവകാശ അധികാരങ്ങളുണ്ട്, തലയില്ലത്തെ തറവാട്ടുകാർ. ഒട്ടുമിക്ക പെരുങ്കളിയാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശ അധികാരങ്ങളുണ്ട്. ഈ പ്രത്യേക അവകാശ അധികാരങ്ങൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ പോയി ചോദിച്ചു വാങ്ങിയതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മുസ്ലിങ്ങളെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതോ അല്ല. ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു ജീവിതക്രമത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. കരിവള്ളൂർ മുച്ചിലോട്ട് കളിയാട്ടം നടക്കുമ്പോൾ അവിടെ ഉപ്പും അടുക്കളയിലുള്ള സാധനങ്ങൾ തീർന്നുപോയി. അന്ന് വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടുള്ള സമയമാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ ചെയ്തിരുന്നത്. മുസ്ലിങ്ങൾക്ക് അന്ന് ധനമുണ്ട്, സമ്പത്തുണ്ട്. അന്നത്തെ തലയിലത്തെ തറവാട്ടിലെ മുസ്ലിം ഈ സാധനങ്ങളെല്ലാം കരിവള്ളൂർ മുച്ചിലോട്ട് സൗജന്യമായി കൊടുത്തു എന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെയും ആ ഉദാരതയുടെയും ആ ഐക്യത്തിൻ്റെയും ഒരു ചരിത്രമാണ് തലയില്ലത്തെ ഒരു മുസ്ലിം കാരണവർ അവിടെ വന്ന് ഇരിക്കുന്നത്. അതങ്ങനെ അഹിന്ദു എന്ന് പറഞ്ഞ ബോർഡ് എഴുതിയാലൊന്നും മായ്ച്ചാലും ആയുന്ന കഥയൊന്നും അല്ല അത്. പക്ഷെ ആ ചരിത്ര വിജ്ഞാനീയം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്നു. ഇതിപ്പോൾ നമ്മളെപ്പോലത്തെ കുറേ ആൾക്കാർ ഇങ്ങനെ തൊണ്ട പൊട്ടി പറയുമ്പോൾ നമുക്ക് ശത്രുക്കൾ കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സത്യം പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ, ആർക്കും അത് അങ്ങനെ പിടിക്കുകയും ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ വലിയൊരു ദുരന്തമെന്ന് പറയുന്നത്, കാരണം ഉത്തര മലബാറിൻ്റെ ഭൂമിക ഇത്രയേറെ ചോന്നുപോയതോ, അതിൽ ഇത്രയേറെ പുരോഗമന ആശയങ്ങളും വിപ്ലവ മൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അതിനുള്ള പ്രധാനപ്പെട്ട ആ ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്ര വിചാരങ്ങൾക്ക് അടിത്തറ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ എല്ലാ തെയ്യക്കാർ മുഴുവൻ, ഇങ്ങനെയുള്ള തെയ്യങ്ങൾ മുഴുവൻ ആ കാലത്തെ അസമത്വത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു അധികാര വ്യവസ്ഥിതിക്കൊക്കെ എതിരെ നിന്നതുകൊണ്ടാണ് അവർക്ക് ബലിയാകേണ്ടി വന്നത്, അവർക്ക് മരിക്കേണ്ടി വരുന്നത്. ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട എല്ലാ തെയ്യങ്ങളും, പൊട്ടൻ, ബാലി, കേളൻ, മുത്തപ്പൻ, മുച്ചിലോട്ട് ഭഗവതി, കടാങ്കോട്ട് മാക്കം, ഇത്തരമുള്ള തെയ്യങ്ങളെല്ലാം ഒരു അധികാര വ്യവസ്ഥിതിക്ക് അതിന് ഇരയാകേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു ചരിത്രം എന്നൊക്കെ പറയുന്നത് അടുത്ത കാലത്ത് വരെ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ആശയങ്ങളോ അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾക്കോ വളരെ എളുപ്പത്തിൽ നോർത്ത് മലബാറിൽ വേര് പിടിക്കാൻ ഇപ്പോൾ കയ്യൂർ, കരിവള്ളൂർ, തൃക്കരിപ്പൂർ, ഉദിനൂർ, പയ്യന്നൂർ, ഈ സ്ഥലങ്ങൾ മുഴുവൻ തെയ്യത്തിൻ്റെ കുഞ്ഞിമംഗലം, കടാങ്കോട്ട്, കുഞ്ഞിമംഗലം എന്ന് പറയുന്നത് കടാങ്കോട്ട് മാക്കത്തിൻ്റെ നാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുരോഗമന ആശയങ്ങൾ അതിശക്തമായി, അതിൻ്റെ ഏറ്റവും ശക്തമായ ഭൂമികയാണ് തെയ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടെ തന്നെയാണ് ഇതൊക്കെ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വലിയ വൈരുദ്ധ്യങ്ങൾ. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അതിനെ തിരുത്താനോ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറച്ചിലുകളൊക്കെ നിശബ്ദമായി പോകുന്ന അത്രയും ശക്തമാണ് ഇതിൻ്റെ മുകളിലുള്ള വരേണ്യത, അതിൻ്റെ മുകളിലുള്ള ഉപരിവർഗ മേധാവിത്വം, അങ്ങനെയുള്ള അധികാര, കാരണം എല്ലാവരും 99 ആളും അപ്പുറമാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ തെയ്യക്കാർക്കൊന്നും തിരിഞ്ഞ് നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന്. കാരണം അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, തെയ്യം അനുഷ്ഠാന പരിസരത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ ആളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക, സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയൊക്കെ അയാളെ അധിക്ഷേപിക്കാൻ പറ്റുമോ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ സ്റ്റേജിലോ പുറത്തോ മറ്റ് സ്ഥലങ്ങളിലോ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു കാവിനകത്ത് വലിയ ആൽമരമോ ചെമ്പകമോ പൂവമോ പുകിലോ കാഞ്ഞിരമോ മുറിച്ചു മാറ്റി
അവിടെ കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടാക്കുന്ന അവിടുത്തെ അധികാരി ചെയ്യുന്നതിൻ്റെ 1000 മടങ്ങ് പാപമൊന്നും പുറത്തു പോകുന്നൊരു തെയ്യക്കാരൻ ചെയ്യുന്നില്ല. അതെവിടെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറില്ല. അയാൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു കൂട്ടായ്മയും അയാളെ പോയി കാണണമെന്ന് പറയാറില്ല. എവിടെയെങ്കിലും ഒരു ഓല കെട്ടി മറച്ച ഒരു അണിയർക്ക് വേണ്ടി ഒരു നിലവിളിയും കേൾക്കാറില്ല. പക്ഷേ അനുഷ്ഠാന അതാണ് അതിൻ്റെ കൃത്യമായ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം തെയ്യക്കാരെന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജാതി ഘടനയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കൃത്യമായ സംഘടനയില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാൻ വലിയ നേതാക്കന്മാരില്ല, രാഷ്ട്രീയക്കാരില്ല, അവർക്ക് വലിയ നേതൃത്വമില്ല. അതിൻ്റെ ഉള്ളിലുള്ള പല സംഘർഷങ്ങളും പടലപ്പിണക്കങ്ങളും അങ്ങനെയുള്ള പലവിധ സങ്കീർണതകളിലാണ് തെയ്യം ഫാമിലീസ് നിൽക്കുന്നത്. അവരെ വിഘടിപ്പിക്കാനും അവരെ വേർതിരിപ്പിക്കാനൊക്കെ വളരെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് തെയ്യക്കാരനെതിരെയുള്ള സംഘടിതമായ ശ്രമങ്ങൾ ശക്തമാവുകയും തെയ്യക്കാരൻ കൂലി ചോദിക്കുമ്പോൾ, തെയ്യക്കാരൻ കോള് ചോദിക്കുമ്പോൾ, തെയ്യക്കാരൻ എന്തെങ്കിലും ഒരു അവകാശത്തെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അവന് മുകളിൽ വലിയ അധികാരം പ്രയോഗിക്കാൻ പറ്റുന്നൊരു സാമൂഹിക ഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോലും തെയ്യക്കാരനെ വിലക്കി മാറ്റി നിർത്തിയിട്ടുള്ള സമയത്താണ് ഞാനീ സംസാരിക്കുന്നത്. പക്ഷെ അതൊന്നും എവിടെയും ചോദ്യം ചെയ്യപ്പെടാറില്ല. ഈ കാവായ കാവ് മുഴുവൻ ഇങ്ങനെയുള്ള അനുഷ്ഠാന ലംഘനം നടത്തിയവർക്കൊന്നും പ്രശ്നമില്ല. തെയ്യക്കാരൻ കാവിൻ്റെ പരിസരം വിട്ട് പോകുമ്പോൾ മാത്രം അത് ചോദ്യം ചെയ്യപ്പെടുകയും പത്മശ്രീ നേടിയ ഒരു തെയ്യക്കാരനെ പോലും വിലക്കാവുന്ന, അയാൾക്കെതിരെ പോലും നിൽക്കാവുന്ന വലിയ അധികാര ശക്തിയായി അത് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം.